കണ്ണൂർ ഇരിട്ടി ചെട്ടിയാർ പീടികയിൽ തോട്ടിലൂടെ ഒഴുകിയ വെള്ളം പതഞ്ഞു പൊങ്ങി. പച്ചക്കറിയിലെ വിഷാംശം കഴുകുന്ന ലായനി തോട്ടിൽ കലർന്നാണെന്നാണ് പ്രാഥമികമായ നിഗമനം. ഉളിക്കൽ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. നമുക്ക് ആദ്യം ഈ പതഞ്ഞു പൊങ്ങിയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ചെല്ലാം. ഇതായിരുന്നു ആ വെള്ളമാണ് ഒഴുകുന്നതെന്ന് തോന്നുന്നില്ലല്ലേ? വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രതിഭാസം പോലെ ഇവിടെ ഒട്ടനവധി ആളുകൾ ഇത് കണ്ടിട്ട് ഒട്ടനവധി ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ കുളിക്കുന്നതും ഈ ഗ്രാമപ്രദേശങ്ങളോട് ഒഴുകുന്നൊരു നീരുറവ എന്നുള്ളൊരു തോടാണിത്. അപ്പോൾ ഇതിലെ പെട്ടെന്ന് ഒരു തരത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണുമ്പോൾ പെട്ടെന്ന് ആകാംക്ഷയോടെ അതുപോലെ തന്നെ പേടിയോടും കൂടിയാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത്. കുറേ മീനുകളൊക്കെ ചത്തു പൊങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നിലവിൽ അറിയില്ല. എങ്ങനെ പതഞ്ഞു എന്നറിയാൻ നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നു. അരുൺ ഭൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, എന്താണ് ഈ പതയുടെ പിന്നിൽ? എസ് കെ ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തോട്ടിൽ ചെട്ടിയാർ പീടികയിലെ ആ തോട്ടിൽ ഈ രീതിയിൽ വെള്ള നിറത്തിൽ വെള്ളം പതഞ്ഞ നിലയിൽ കണ്ടത് ആ രീതിയിൽ രൂപപ്പെട്ടത്. ഏറെ ദൂരത്തിൽ തന്നെ ഈ തോട്ടിൽ ഈ രീതിയിൽ വെള്ളം പതഞ്ഞ നിലയിൽ കണ്ടിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ പോലീസിനെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരെയും ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചത്. പെട്ടെന്ന് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായി. ഒരുപാട് ഉപയോഗിക്കുന്ന തോടാണിത്. അതുകൊണ്ട് നാട്ടുകാർക്ക് അതൊരു ആശങ്ക രൂപപ്പെട്ടു. അങ്ങനെയാണ് പെട്ടെന്ന് അധികൃതരെല്ലാം വിവരം അറിയിച്ചത്. പഞ്ചായത്തിന്റെ ഉളിക്കൽ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം അവിടെ എത്തി തോട്ടിലാകെ പരിശോധന നടത്തി. ആദ്യഘട്ടത്തിൽ അവർക്കും ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണക്കുറവുണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ ആൾക്കാർ ഈ ആരോഗ്യ വിഭാഗത്തിലെ തന്നെ കൂടുതൽ ആൾക്കാർ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത് ഈ പച്ചക്കറിയിലെ പഴം, പച്ചക്കറി എന്നിവയിലെ വിഷാംശം ഒഴിവാക്കുന്നതിനായി ഉണ്ടാക്കുന്ന ലായിനി ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യ വിഭാഗം എത്തിയത്. ഈ ലായനിയുടെ 2 ക്യാൻ ഈ തോട്ടിൽ തന്നെയുള്ള ഒരു ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ക്യാനിൽ നിന്നും ഈ ലായനി വെള്ളത്തിൽ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം ഉള്ളത്. ആ രീതിയിൽ കലർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പതഞ്ഞ നിലയിൽ രൂപപ്പെടും എന്ന ഒരു നിഗമനം കൂടി എന്തായാലും ഉണ്ട്. പക്ഷെ കൂടുതൽ പരിശോധനയും അന്വേഷണവും അതിൽ എന്തായാലും ആരോഗ്യ വിഭാഗവും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെയുള്ള അവരുടെ അധികൃതർ അവിടെ എത്തിയിരുന്നു. അവർ ഉൾപ്പെടെ ഇതിന്റെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കെമിക്കൽ സാന്നിധ്യം ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധന നടന്നിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്ഥിരമായി ഒരു ഞെട്ടലും അതോടൊപ്പം തന്നെ ആശങ്കയുമാണ്. പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പതഞ്ഞ നിലയിൽ ഏറെ ദൂരത്തിൽ തന്നെ പതഞ്ഞ നിലയിൽ ഇങ്ങനെ രൂപപ്പെട്ടത്. ആ ഒരു പ്രതിഭാസം എന്താണെന്ന് അറിയാതെയുള്ള ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് അധികൃതർ